ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസ് അല്ലെങ്കിൽ നമ്മുടെ ലാഫ്റ്റെയിൽ ഐലൻഡ് എവിടെയാണെന്ന് അറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ വീഡിയോ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടാർഗറ്റ് വയ്ക്കുകയാണ്. മറ്റൊന്നുമില്ല, 20 സബ്സ്ക്രൈബേഴ്സ്. ഈ 20 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ടാർഗറ്റ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കത് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ റെയിലിയാണ്. നമുക്കറിയാം, റെയിലി നമ്മുടെ റോജറിൻ്റെ റൈറ്റ് ഹാൻഡ് മാനാണ്. അതുകൊണ്ട് റെയിലിക്ക് ഇതെന്തായാലും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്കോപ്പർ ഗബാൻ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് റോജർ പൈററ്റ്സ്, ഇവർക്കെല്ലാവർക്കും നമ്മുടെ ലാഫ്റ്റെയിലിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ അറിയാം. പിന്നെ നമ്മുടെ ഷാങ്ക്സ്, നമുക്കറിയാം ഷാങ്ക്സ് നമ്മുടെ റോജർ ക്രൂവിൻ്റെ ഭാഗമായിരുന്നെങ്കിലും നമ്മുടെ ലാഫ്റ്റെയിലേക്ക് പോയിട്ടില്ല, നമ്മുടെ ബഗ്ഗിയുടെ ഇൽനെസ് കാരണം. എന്നിരുന്നാലും നമ്മുടെ ഷാങ്ക്സിന് നമ്മുടെ ലാഫ്റ്റെയിലിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയാം. കാരണം മറ്റൊന്നല്ല, നമ്മുടെ റോജർ പൈററ്റ്സ് നമ്മുടെ ലാഫ്റ്റെയിലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ ഷാങ്ക്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ബഗ്ഗി, നമ്മുടെ റോജറിൻ്റെ ക്രൂമേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഗ്ഗിക്കും ഇക്കാര്യം അറിയായിരിക്കും. കാരണം മറ്റൊന്നല്ല, നമ്മുടെ ഷാങ്ക്സിനെ പോലെ തന്നെ ആ ടൈമിൽ നമ്മുടെ ബഗ്ഗിയും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബഗ്ഗിക്കും ഈ കാര്യം എന്തായാലും അറിയാമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ജോയ് ബോയ്, നമുക്കറിയാം ജോയ് ബോയാണ് ഈ വൺ പീസിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ പോണിഗ്ലിഫിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ജോയ് ബോയ്ക്ക് നമ്മുടെ വൺ പീസിൻ്റെ ലൊക്കേഷൻ അറിയാം. പക്ഷേ ജോയ് ബോയ് ഇപ്പോൾ ജീവനോടില്ല. അപ്പോൾ ഇത്ര പേർക്കാണ് നമ്മുടെ വൺ പീസിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ അറിയാവുന്നത്. ചാൻസ് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അത് നമ്മുടെ ഓഡിൻ്റെ വൈഫായിട്ടുള്ള ടോക്കി. നമുക്കറിയാം ടോക്കി വന്നത് നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ടോക്കിക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. പിന്നെ നമ്മുടെ സുനീഷ, നമുക്കറിയാം നമ്മുടെ ജോയ് ബോയുടെ ക്രൂ മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ സുനീഷയ്ക്കും നമ്മുടെ വൺ പീസിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ അറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ യാമട്ടോ, നമുക്കറിയാം ഓഡിൻ്റെ ബുക്ക് നമ്മുടെ യാമട്ടോ വായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വൺ പീസിൻ്റെ ലൊക്കേഷനെ കുറിച്ച് ആ ബുക്ക് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ യാമട്ടോന് എന്തായാലും നമ്മുടെ വൺ പീസിൻ്റെ ലൊക്കേഷൻ അറിയായിരിക്കും. പിന്നെ നമ്മുടെ 5 എൽഡേഴ്സ്, നമുക്കറിയാം 5 എൽഡേഴ്സ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ഇവർക്കും നമ്മുടെ വൺ പീസിൻ്റെ ലൊക്കേഷൻ അറിയായിരിക്കും. പക്ഷേങ്കിൽ ഇവർക്ക് അറിയാമെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവർ മറ്റുള്ള ഐലൻഡ് പോലെ നമ്മുടെ ലാഫ്റ്റെയിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയാത്തതെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ത്രെഡാണ് ഈ ലാഫ്റ്റെയിൽ എന്ന് പറയുന്ന ഐലൻഡ്. പക്ഷേങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇമൂസമയോ അതുപോലെ തന്നെ 5 എൽഡേഴ്സും നമ്മുടെ ലാഫ്റ്റെയിൽ നശിപ്പിച്ച് കളയുന്നില്ല? ഒരു പക്ഷേ അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ നമ്മുടെ ഈ ലാഫ്റ്റെയിൽ എന്ന് പറയുന്ന ഐലൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാകും. ഒരു പക്ഷേ അവർ നമ്മുടെ ലാഫ്റ്റെയിൽ നശിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടർ അത് സ്റ്റോപ്പ് ചെയ്യും. അതിനെ തുടർന്ന് വേണമെങ്കിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് നല്ല രീതിയിലുള്ള ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ലാഫ്റ്റെയിൽ നശിപ്പിക്കാൻ അവർ ശ്രമിക്കാത്തത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ലാഫ്റ്റെയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് ആവശ്യമുള്ളതായിരിക്കും. അതുകൊണ്ട് കൂടിയായിരിക്കും നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഈ ഐലൻഡ് നശിപ്പിക്കാതെ ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഭവം നമ്മുടെ ലാഫ്റ്റെയിലിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് അറിയാമെങ്കിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മുടെ വൺ പീസിൻ്റെ ലൊക്കേഷൻ അറിയാൻ വെറും 50% അല്ലെങ്കിൽ ഒരു 90% ചാൻസ് ഉള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ്. നമുക്കൊരിക്കലും ഇവർക്ക് നമ്മുടെ ലാഫ്റ്റെയിലിൻ്റെ ലൊക്കേഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവരെ ഉറപ്പിച്ച് പറയുന്നില്ല. ഇനിയിപ്പോൾ എന്നോട് ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് വെക്കുക. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ.